2011 ജൂൺ മാസം. ലോകമാധ്യമങ്ങളുടെ മുഴുവൻ ക്യാമറകളും തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു. സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിന്റെ നൂറുകണക്കിന് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന രഹസ്യ അറകൾ തുറക്കാൻ തീരുമാനിച്ചു. A, B, C, D, E, F എന്നിങ്ങനെ 6 അറകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 5 എണ്ണം അവർ തുറന്നതിന് ശേഷം ആ വലിയ ഇരുമ്പ് വാതിലുകൾക്ക് പിന്നിലെ കാഴ്ച കണ്ട ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചാക്കുകൾ കണക്കിന് വജ്രങ്ങൾ, സ്വർണത്തിൽ തീർത്ത വിഗ്രഹങ്ങൾ, പുരാതന കാലത്തെ സ്വർണ്ണ നാണയങ്ങൾ. ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ നിധിശേഖരമാണ് അവിടെ നിന്നും കണ്ടെത്തിയത്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യം ഉറങ്ങിക്കിടന്നത് അവശേഷിക്കുന്ന ആ 6ാമത്തെ അറയിലായിരുന്നു. നിലവറ ബി അഥവാ ഭാരതക്കല്ലറ. മറ്റ് 5 അറകളും വലിയ പൂട്ടുകൾ ഉപയോഗിച്ച് പൂട്ടിയ നിലയിലായിരുന്നു. എന്നാൽ നിലവറ ബിയുടെ മുൻപിലെത്തിയ അന്വേഷണ സംഘം ശരിക്കും കുഴങ്ങി. കാരണം 2 വലിയ നാഗങ്ങളുടെ രൂപം കൊത്തിവെച്ച ആ ഭീമൻ വാതിലിൽ താഴിട്ട് പൂട്ടാനുള്ള കൊളുത്തുകളോ താക്കോൽ ദ്വാരങ്ങളോ ഉണ്ടായിരുന്നില്ല. പകരം അതിൽ കൊത്തിവെച്ചിട്ടുള്ള നാഗങ്ങൾ ആ വാതിലിന് കാവൽ നിൽക്കുന്നത് പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതെങ്കിലും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചാണോ അതോ വല്ല രഹസ്യ സ്വിച്ചുകൾ വഴിയാണോ അത് പൂട്ടിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയർമാർക്ക് പോലും കഴിഞ്ഞില്ല. ആ വാതിൽ എങ്ങനെയാണ് തുറക്കുക? ഇവിടെയാണ് വിശ്വാസങ്ങളും ശാസ്ത്രവും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ വാതിൽ നാഗബന്ധം അഥവാ അഷ്ടനാഗബന്ധന മന്ത്രങ്ങൾ ഉപയോഗിച്ച് പുരാതന കാലത്തെ സിദ്ധന്മാർ ബന്ധിച്ചിരിക്കുന്നതാണെന്നാണ് വിശ്വാസം. അതായത് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഗരുഡ മന്ത്രം ജപിച്ചാൽ മാത്രമേ ആ വാതിൽ തനിയെ തുറക്കുകയുള്ളൂ. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് കരുതി തള്ളിക്കളയാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. കാരണം പുരാതന കാലത്ത് ശബ്ദ തരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അക്കൗസ്റ്റിക് ലോക്കുകൾ നിലനിന്നിരുന്നു എന്നതിന് ചില തെളിവുകൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ ശബ്ദ ഫ്രീക്വൻസിയിൽ പ്രതികരിക്കുന്ന ഒരുതരം വോയിസ് ലോക്ക് സിസ്റ്റം ആയിരിക്കാം അതെന്നാണ് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത്. ആ ഫ്രീക്വൻസി തെറ്റിയാൽ വാതിലിനുള്ളിലെ സംവിധാനങ്ങൾ പൂർണ്ണമായും ലോക്കാകുകയും ചെയ്യും. ഈ വാതിൽ ഗ്യാസ് കട്ടറോ മെഷീനുകളോ ഉപയോഗിച്ച് പൊളിക്കാൻ സുപ്രീം കോടതി ഉദ്യോഗസ്ഥർക്ക് കഴിയുമായിരുന്നു. എന്നാൽ അതിനവർ ധൈര്യപ്പെട്ടില്ല. കാരണം ആ വാതിലിന് പുറത്ത് ചെവി വെച്ച് കേട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഉള്ളിൽ നിന്നും സമുദ്രത്തിലെ വലിയ തിരമാലകൾ ഇരമ്പുന്നതുപോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാമെന്നാണ്. ഒരുപക്ഷെ ആ അറയ്ക്ക് താഴെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും തുരങ്കം കാണുമോ? വാതിൽ ബലമായി പൊളിക്കാൻ ശ്രമിച്ചാൽ സമുദ്രത്തിലെ വെള്ളം ഇരച്ചുകയറി ആ ക്ഷേത്രവും ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം മുഴുവനായും വെള്ളത്തിനടിയിലാകാൻ പോകുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ടെക്നോളജി നൂറ്റാണ്ടുകൾക്ക് മുൻപേ അവർ അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ? ആ അറയിൽ ഇനിയും പുറത്തെടുക്കാത്ത ലക്ഷക്കണക്കിന് കോടികളുടെ നിധിയാണോ? അതോ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്ന വലിയൊരു ദുരന്തമാണോ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സുരക്ഷയുള്ള 24 മണിക്കൂറും കമാൻഡോകൾ കാവൽ നിൽക്കുന്ന പ്രദേശമാണ് ഈ ക്ഷേത്രം. ആധുനിക സയൻസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ നിലവറ ബി ഇന്നും അവിടെ അടഞ്ഞുകിടക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള രാജാക്കന്മാരുടെ ആ ബുദ്ധിയെയും എഞ്ചിനീയറിംഗ് സ്കില്ലിനെയും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. ഈ അത്ഭുത അറയ്ക്ക് പിന്നിലെ രഹസ്യം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.